Arithmetic mean നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് കമ്പൈൻഡ് മീൻ. കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് കുറേ മീനുകളുടെ കോമ്പിനേഷൻ ആണ്. സപ്പോസ് we have sample size n1 and its arithmetic mean is x1 bar. n1 സാമ്പിൾസിൻ്റെ അരിത്തമെറ്റിക് മീൻ x1 ബാർ ആണെന്നറിയാം. അതേപോലെ തന്നെ വേറൊരു സെറ്റ് ഓഫ് ഡേറ്റാസ്, അതിൻ്റെ സാമ്പിൾ സൈസ് n2 ആണ്, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് x2 ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റ് ഓഫ് ഡേറ്റാസും കൂടെ ഒരുമിച്ച് ചേർന്നാൽ, കമ്പൈൻ ചെയ്താലുള്ള മീൻ എന്ന് പറയുന്നത് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആയിരിക്കും. ദാറ്റ് ഇസ് ദ കമ്പൈൻഡ് മീൻ. ഇതിപ്പം 2 സാമ്പിൾസ് സെറ്റുകൾ എടുത്തപ്പോഴാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത്. 3 സാമ്പിൾസ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഒരു ടേമും കൂടെ എക്സ്ട്രാ കയറി വരും. ദാറ്റ് ഇസ് ഇഫ് ദർ ആർ 3 സെറ്റ്സ് ഓഫ് സാമ്പിൾ സൈസസ് n1, n2 and n3 and corresponding arithmetic means x1 bar, x2 bar and x3 bar, then their combined mean x bar is equal to n1 x1 bar plus n2 x2 bar plus n2 x3 bar n3 x3 bar whole divided by n1 plus n2 plus n3. സാമ്പിൾ സൈസുകളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് ഫോർമുലയിൽ ചേഞ്ച് വരുന്നു എന്നേ ഉള്ളൂ. റെസ്റ്റ് ഇസ് സെയിം. സോ ലെറ്റ്സ് ചെക്ക് ആൻ എക്സാമ്പിൾ. The mean marks obtained by 50 boys in a class is 40 and mean marks of 30 girls of the same class is 46. Find the mean of the marks of all the students taken together. So first പറഞ്ഞിരിക്കുന്നത് 50 boys ആണ്. That means first sample size n1 is equal to 50. The mean marks obtained by 50 boys in a class is 40. അതായത് ഈ 50 ബോയ്സിൻ്റെ മീൻ മാർക്സ് ആണ് 40 എന്ന് പറയുന്നത്. That means x1 bar is 40. Now, mean marks of 30 girls. So second sample size എന്ന് പറയുന്നത് 30 ആണ്. Of the same class is 46. So 30 ഗേൾസിൻ്റെ അരിത്തമെറ്റിക് മീൻ x2 bar എന്ന് പറയുന്നത് 46 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീൻ ഓഫ് ദ മാർക്സ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് ടേക്കൺ ടുഗദർ. ഓൾ ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം ഈ 50ഉം 30ഉം ടോട്ടൽ 80 സ്റ്റുഡൻസിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് we want the combined mean x bar and the formula is n1 x1 bar plus n2 x2 bar whole divided by n1 plus n2. Substitute ചെയ്ത് കൊടുക്കുക. n1 is 50, x1 bar is 40, n2 is 30, x2 bar is 46 divided by n1 plus n2, 50 plus 30. So this becomes 2000 plus 46 into 30. Divided by 80. So final answer will be 42.25. Next question. The mean annual salary paid to all employees of a company was rupees 5,000. The mean annual salaries paid to male and female employees were rupees 5,200 and rupees 4,200 respectively. Determine the percentage of males and females employed by the company. നമ്മൾ കമ്പൈൻഡ് മീൻ എന്താണെന്ന് കണ്ടു. ഈ കമ്പൈൻഡ് മീൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ചില പ്രോബ്ലംസിൽ കമ്പൈൻഡ് മീൻ ആയിരിക്കത്തില്ല കണ്ടുപിടിക്കേണ്ടത്. കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ടായിരിക്കും. മേ ബി അതിലേതെങ്കിലും ഒരു ടേം, ചിലപ്പം ഫസ്റ്റ് സാമ്പിൾ സൈസ് ആയിരിക്കും അറിയാത്തത്, ചിലപ്പോൾ സെക്കൻഡ് സാമ്പിൾ സൈസ് ആയിരിക്കും, ചിലപ്പം ഫസ്റ്റ് സാമ്പിളിൻ്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും അറിയാത്തത്, ഓർ മേ ബി അരിത്തമെറ്റിക് മീൻ ഓഫ് സെക്കൻഡ് സാമ്പിൾ. എന്ത് വേണമെങ്കിലും ആവാം. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദിസ് ഇസ് എ പെർട്ടിക്കുലർ വൺ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മീൻ ആനുവൽ സാലറി പെയ്ഡ് ടു ഓൾ എംപ്ലോയീസ് ഓഫ് എ കമ്പനി. അവിടെ എല്ലാ എംപ്ലോയീസിനെയാണ് എടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ ഇസ് ഗിവൺ. സോ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. എക്സ് ബാർ ഇസ് ഗിവൺ ആസ് rupees 5,000. Now, the mean annual salaries paid to male and female employees
അതായത് ഇവിടെ രണ്ട് സെക്ഷൻസ് ആക്കിയിരിക്കുന്നത്, ഒന്ന് മെയിൽ എന്നും സെക്കൻഡ് സാമ്പിളിനെ ഫീമെയിൽ എന്നുമാണ് എടുത്തിരിക്കുന്നത്. Male and female employees were rupees 5,200 and rupees 4,200 respectively. Mean ആണ് പറഞ്ഞിരിക്കുന്നത്. So first one, male എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ given x1 bar is equal to rupees 5,200 and x2 bar is equal to rupees 4,200. Determine the percentage of males and females employed by the company. അവിടെ percentage എന്നുള്ളത് important ആണ്. Percentage of male and female ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ N1 ഉം കൊടുത്തിട്ടില്ല, N2 ഉം കൊടുത്തിട്ടില്ല. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറിയാനുള്ളായിരുന്നെങ്കിൽ ജസ്റ്റ് ഫോർമുലയ്ക്കകത്ത് ഇട്ട് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരുന്നു. ഇവിടെ രണ്ടും കൊടുത്തിട്ടില്ല. പക്ഷേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് N1 എത്രയാണെന്നല്ല, ആ N1ന്റെയും N2ന്റെയും പെർസെൻറ്റേജ് എത്രയാണെന്നാണ് വേണ്ടിയത്. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പെർസെൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? 100% വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെയും അങ്ങനെ തന്നെ എടുക്കുക. ടോട്ടൽ 100% ആയിരിക്കും എന്തായാലും വരുന്നത്. സോ അസ്യൂം ഫസ്റ്റ് സാമ്പിൾ സൈസ് ആസ് N1 itself. അതായത് ഇവിടുത്തെ ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മെയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് assume that percentage of male employees is N1. Let percentage of male employees is equal to N1. അങ്ങനെയാണെങ്കിൽ percentage of female employees എന്ത് വരും? Percentage of female employees. Total percentage 100 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ N1% ആണ് മെയിൽ. ബാക്കി എത്ര കാണും? 100 മൈനസ് N1. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ബാക്കി ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. കാരണം എന്താണ്? ഇനി കണ്ടുപിടിക്കാനുള്ള ഒരൊറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് N1. അത് നമുക്ക് ഫോർമുല സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ എങ്ങനെ വരുന്നു എന്ന് നോക്കി. What was the formula? X bar is equal to N1 x1 bar plus N2 x2 bar divided by N1 plus N2. തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. X bar is 5,000. N1 ആയിട്ട് തന്നെ ഇടുക. x1 bar is 5,200. N1 x1 bar എന്ന് പറയുന്നത് N1 into x1 bar ആണ്. നമ്പേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ ഇൻറ്റു സിമ്പിൾ കൊടുക്കുക. പ്ലസ് N2ന് പകരം നമുക്ക് എന്തെഴുതാം? 100 മൈനസ് N1 ഇൻറ്റു x2 bar is 4,200 whole divided by N1 plus N2. N1 plus N2 എന്ത് വരും? N1 plus N2 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പെർസെൻറ്റേജ് ആണ്, ദാറ്റ് ഈസ് 100. N1 plus N2 എന്ന് എഴുതരുത്, പകരം 100 എന്ന് എഴുതുക. കാരണം N2 വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനിയും നമുക്ക് ഈ 100നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇത് ഇത്ര ഇങ്ങനെ ഒരു ടേം ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 100 ആണ്. അതുകൊണ്ട് തന്നെ ഈ 100നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. കൊണ്ടുവരുമ്പോൾ എന്താവും? ഈക്വൽ ടുവിൻ്റെ അപ്പുറം സൈൻ റിവേഴ്സ് ആവും. ദിസ് ബിക്കംസ് ഇത് ഡിവൈഡഡ് ബൈ 100 ആയിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇൻറ്റു 100 എന്നാവും. സോ 5,000 ഇൻറ്റു 100, which means 5 lakh. Okay, so equal to then വരും 5,200 N1. ഡിനോട്ട് ചെയ്യാൻ എളുപ്പത്തിൽ അങ്ങനെ എഴുതുന്നു എന്നേ ഉള്ളൂ. N1 into 5,200 തന്നെയാണ് 5,200 N1. പ്ലസ് ഇവിടെ നോക്കിയേ 100 മൈനസ് N1 ബ്രാക്കറ്റിലാണ്, രണ്ടിനും കൂടെ ചേർത്താണ് ഇൻറ്റു 4,200. വിച്ച് മീൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഈ 4,200 ഉപയോഗിച്ച് 100നെയും N1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് മൾട്ടിപ്ലൈ 4,200 വിത്ത് 100. സോ എന്ത് വരും? 4,20,000. സൈൻ മൈനസ് ആണ്, സോ മൈനസ് 4,200 ഇൻറ്റു N1, 4,200 N1. ഇനി എന്താണ് വേണ്ടിയത്? കോൺസ്റ്റന്റ് ടേംസ് എല്ലാം ഒരുമിച്ചാക്കുക, വേരിയബിൾസ് എല്ലാം ഒരുമിച്ച് എടുക്കുക, ലൈക്ക് ടേംസ് എല്ലാം ഒരുമിച്ചാക്കുക.
സോ ഈ 5 ലാക്കിൻ്റെ കൂടെ 4,20,000 ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഇവിടുത്തെ സൈൻ റിവേഴ്സ് ആവും. ഓൾറെഡി ഉള്ള സൈൻ പ്ലസ് ആണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് സൈൻ നെഗറ്റീവ് ആവും. സോ ദിസ് ബിക്കംസ് 5 lakh minus 4,20,000 is equal to 5,201 minus 4,200 n1. What is 5 lakh minus 4,20,000? 80,000. So 80,000 equal to, now 5,200 minus 4,200 എത്ര വരും? 1,000 n1. n1 വിട്ട് കളയരുത്. 5,200 n1 ൽ നിന്നും 4,200 n1 ആണ് നമ്മൾ കുറയ്ക്കുന്നത്. സോ റിമൈനിങ് വിൽ ബി 1,000 n1. സോ വാട്ട് വിൽ ബി n1? n1 എങ്ങനെ കണ്ടുപിടിക്കും? ഈ 1,000നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതിയാകും. ഇവിടെ സൈൻ എന്താണ്? 1,000 ഇൻറ്റു n1 എന്നാണ്, മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. സോ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. സോ 80,000 ഡിവൈഡഡ് ബൈ 1,000. സോ n1 we got it as 80. n1 80 ആണെങ്കിൽ what will be n2? n2 is 100 minus n1, which is 100 minus 80, which is equal to 20. So എന്താ നമുക്ക് കിട്ടിയത്? വേണ്ടിയത് എന്തായിരുന്നു? പെർസെൻറ്റേജ്. therefore percentage of males. മെയിൽസ് നമ്മൾ എടുത്തിരിക്കുന്നത് n1 എന്നാണ്. പെർസെൻറ്റേജ് ഓഫ് മെയിൽസ് ഇസ് 80. പറഞ്ഞാൽ എത്ര ശതമാനം ആണുങ്ങളുണ്ട്? 80% മെയിൽസ്. സെയിം വേ പെർസെൻറ്റേജ് ഓഫ് females is equal to 20. There are 80% males and 20% females. Hope this is clear.